വയനാടിന് തലവേദനയായി മുട്ടിക്കൊമ്പൻ എന്ന കാട്ടാന. വടക്കനാട്, കരിപ്പൂര്, വള്ളുവാടി പ്രദേശങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. തെങ്ങ്, കവുങ്ങ്, പ്ലാവ് ഉൾപ്പെടെയുള്ള കൃഷി വ്യാപകമായി നശിപ്പിക്കുകയാണ് മുട്ടിക്കൊമ്പൻ. കർണാടക തമിഴ്നാട് അതിർത്തിയായ വടക്കനാടിലാണ് കാട്ടാന ശല്യം രൂക്ഷമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വള്ളുവാടി അംഗൻവാടിക്ക് സമീപമുള്ള കൃഷിയിടങ്ങളിൽ നിന്ന് കായ്ഫലമുള്ള 12 തെങ്ങുകളാണ് കാട്ടാന മറിച്ചിട്ടത്. നിറയെ തെങ്ങുകൾ ഉണ്ടായിരുന്ന പറമ്പിലിപ്പോൾ വിരലിലെണ്ണാവുന്ന തെങ്ങുകൾ മാത്രമാണുള്ളത്. കായ്ഫലമുള്ള കവുങ്ങ്, പ്ലാവ് എന്നിവയും കാട്ടാന നശിപ്പിച്ചു. ഒരു ദിവസം ഇറങ്ങുന്ന സ്ഥലത്തു നിന്നും കിലോമീറ്ററുകൾ മാറിയാണ് മുട്ടിക്കൊമ്പൻ പിന്നീടെത്തുന്നത്. അതിനാൽ എവിടെയാണ് ആന ഇറങ്ങുകയെന്നത് പറയുവാൻ സാധിക്കാത്ത അവസ്ഥയിലാണ്. ആളുകൾക്ക് നേരെ ആക്രമണ സ്വഭാവം കാണിക്കുന്നതിനാൽ സന്ധ്യ മയങ്ങുന്നതോടെ മുട്ടിക്കൊമ്പനെ തുരത്താനിറങ്ങാനും പ്രദേശവാസികൾ ഭയപ്പെടുന്നു. ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഇവിടെ ജീവിക്കുന്ന ആൾക്കാരാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സർക്കാരിനോടോ നാട്ടുകാരോടോ പ്രകൃതി സ്നേഹികളോടോ പോലും പറഞ്ഞാൽ മനസ്സിലാകാത്ത തരത്തിലുള്ള ത്യാഗങ്ങളാണ് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് കാണിച്ചിരിക്കുന്ന അവസ്ഥയാണ് ഇത്. ഒരു കവുങ്ങിൽ നിന്ന് ഏകദേശം 700 രൂപയോളം 20 വർഷത്തോളം ആദായം കിട്ടുന്നതാണ്. അത് ഒരു രാത്രി 10, 20, 30 കവുങ്ങുകളാണ് ഓരോരുത്തരുടെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെന്ന് പരിഹാരമുണ്ടാവും. ഞാൻ എൻ്റെ പറമ്പിലുള്ള 30ഓളം പ്ലാവുകൾ ഉണങ്ങുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ തൊലി ചെത്തി വെച്ചിരിക്കുകയാണ്. കാരണം രാത്രി ആന വന്ന് ഈ പ്ലാവിലെ ചക്ക പറിക്കുന്നതോടൊപ്പം അതിൻ്റെ പരിസരത്തിലുള്ള കാപ്പി, കവുങ്ങ് ഇതെല്ലാം ഒടിച്ചു കളയുന്നതാണ്. മരം വെട്ടി വീഴ്ത്തി കഴിഞ്ഞാൽ അങ്ങനെ ഒരു നഷ്ടം, വെട്ടിയില്ലെങ്കിൽ അങ്ങനെ ഒരു നഷ്ടം. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് എത്തേണ്ടവരിലേക്ക് എത്തി കാടും നാടും വേർതിരിച്ച് ഞങ്ങൾക്കൊരു ശാശ്വത പരിഹാരമുണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് വടക്കനാട്, വള്ളുവാടി, കരിപ്പൂർ ഭാഗങ്ങളിൽ ഏറെയും. കപ്പ, നെല്ല്, വാഴ തുടങ്ങിയവയും കാട്ടാനയുടെ ആക്രമണത്തിൽ വ്യാപകമായി നശിച്ചിരുന്നു. വനാതിർത്തിയിലെ കിടങ്ങും ഫെൻസിങ്ങുമെല്ലാം മറികടന്നാണ് മുട്ടിക്കൊമ്പൻ എത്തുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ എപ്പോഴും പറയുന്നത് കാടും നാടും വേർതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥായിയായ സംവിധാനം ഇവിടെ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ അധികൃതരെ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു വടക്കനാട് കൊമ്പൻ എന്നത് ഇപ്പോൾ കുങ്കിയാനയായ വിക്രം ഏറ്റവും കൂടുതൽ ശല്യം ചെയ്തുകൊണ്ടിരുന്നതാണ്. അന്ന് ഈ വിക്രമിൻ്റെ കൂടുതലുണ്ടായിരുന്ന ഒരു മുട്ടിക്കൊമ്പനും ഒരു ചുള്ളിക്കൊമ്പനും 2 കൊമ്പന്മാർ, അങ്ങനെ 3 പേര് ഒരുമിച്ച് നടന്നുകൊണ്ടിരുന്നത്. അതിൽ അന്ന് ഈ വടക്കനാട് കൊമ്പനെ പിടിച്ചുവെങ്കിലും ഇപ്പോഴും ആ മുട്ടിക്കൊമ്പനാണ് ഏറ്റവും കൂടുതൽ ശല്യക്കാരനായി ഇവിടെ നിൽക്കുന്നത്. ഇവിടുത്തെ തെങ്ങുകൾ, കായ്ഫലമുള്ള തെങ്ങുകൾ, അതോടൊപ്പം തന്നെ കവുങ്ങ്, കാപ്പി, വാഴ എന്ന് വേണ്ട എല്ലാ തരത്തിലുള്ള ഞങ്ങളുടെ വിളകളും നശിപ്പിച്ചുകൊണ്ട് ഈ മുട്ടിക്കൊമ്പൻ വളരെ ഇവിടെ സ്വൈര്യവികാരം നടത്തുകയാണ്. ഞങ്ങൾ ഗവൺമെൻറ്റിനോട്, മുഖ്യമന്ത്രിയോട്, വനം വകുപ്പ് മന്ത്രിയോടൊക്കെ പറഞ്ഞു കഴിഞ്ഞു. മുട്ടിക്കൊമ്പന് മയക്കുപിടി വെച്ച് പിടിച്ച് എവിടെയെങ്കിലും മാറ്റി ഞങ്ങളുടെ ഈ പ്രദേശത്ത് ശല്യം ഉണ്ടാക്കരുത്. അല്ലാതെ ആനയെ കൊല്ലണമെന്നൊന്നും അല്ല ഞങ്ങൾ പറയുന്നത്. അതിനെ ഇവിടുന്ന് മാറ്റണം എന്ന് പറഞ്ഞ് ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തൊരു വടക്കനാട് സമരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ഇതിനെ പിടിക്കുന്നില്ല എങ്കിൽ വടക്കനാട് ശക്തമായ ഒരു സമരത്തെ ഗവൺമെൻറ് നേരിടേണ്ടി വരും എന്നുകൂടിയാണ് പറയാനുള്ളത്. കൃഷി നശിച്ചാൽ അർഹമായ നഷ്ടപരിഹാരവും കർഷകർക്ക് ലഭ്യമാവുന്നില്ല. അതിനാൽ മറ്റു പല ജോലികളിലേക്കും മാറാൻ നിർബന്ധിതരായിരിക്കുകയാണ് കർഷകർ. മുട്ടിക്കൊമ്പനെ 2 തവണ മുത്തങ്ങയിൽ നിന്ന് കുങ്കിയാനകളെ എത്തിച്ച് ഉൾക്കാട്ടിലേക്ക് തുരത്തിയിരുന്നു. എന്നാൽ പിന്നീട് വീണ്ടും തിരിച്ചെത്തുകയായിരുന്നു. പൂർണ്ണമായും വനത്താൽ ചുറ്റപ്പെട്ട പ്രദേശമാണിവിടം. എന്നാൽ പ്രതിരോധ സംവിധാനങ്ങളൊന്നും തന്നെ വന്യജീവി ആക്രമണത്തിന് പരിഹാരമാകുന്നില്ല. നേരത്തെ വടക്കനാട് കൊമ്പന്റെ വിളയാട്ടത്തെ തുടർന്ന് വലിയ പ്രതിഷേധങ്ങൾക്കാണ് വടക്കനാട് സാക്ഷ്യം വഹിച്ചത്. കടുവയുടെ ആക്രമണത്തിനിരയായി മരിച്ചവരും വടക്കനാടുണ്ട്. വനാതിർത്തിയിൽ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കണമെന്നും ഇല്ലാത്തപക്ഷം വടക്കനാടുകാർ വീണ്ടും വലിയൊരു സമര പരിപാടികളിലേക്ക് പോകുമെന്നുമാണ് പ്രദേശവാസികൾ ഒന്നാകെ പറയുന്നത്. ന്യൂസ് മലയാളം, വയനാട്.